ഏത് കുറ്റകൃത്യമാണെങ്കിലും അതിനൊരു ക്രൈം ട്രയൽ ഉണ്ടാവും. ആ ക്രൈം ട്രയൽ ഇല്ലാതെ ഒരു കുറ്റകൃത്യവും ആർക്കും ചെയ്യാൻ പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസുകാർ ജെന്യൂനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് പിടിക്കാൻ പറ്റും. അപ്പയ്ക്ക് ഓർമ്മയില്ലേ, ഞാൻ ലണ്ടനിലോട്ട് നമ്മൾ ഈ കുറെ വിസയൊക്കെ കിട്ടാണ്ടുള്ള ഒരു വിഷമമൊക്കെ കഴിഞ്ഞിട്ട് ആഹ്ലാദിച്ച് ഞാൻ ഈ എയർപോർട്ടിൽ കൂടെ തുള്ളിച്ചാടി നടന്ന ആദ്യത്തെ എയർപോർട്ട് ചെന്നൈ എയർപോർട്ടായിരുന്നു. ആ ഒരു യാത്രയിൽ ഞാൻ അപ്പൻ്റെ അടുത്ത് പറയാത്തൊരു കഥയുണ്ട്. എന്നാൽ അതെന്നെ കുറേ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നു. ലണ്ടനിലേക്കുള്ള എൻ്റെ യാത്രയുടെ ദിവസം ഞാൻ ചെന്നൈ എയർപോർട്ടിലെത്തി. ഒന്ന് ചുറ്റും കണ്ണോടിച്ചു. നേരെ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറി. അവിടെ ഉള്ള ഒരു സെയിൽസ് ഗേളുമായി ഞാൻ പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലുമായി. നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരേ വൈബിൽ. അപ്പോഴേക്കും അവൾ ഈ ചെന്നൈ എയർപോർട്ടിൽ സെയിൽസ് ഗേൾ ആയ കഥ എന്നോട് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്താ പഠിക്കുന്ന? ഞാൻ പറഞ്ഞു ഞാൻ പുറത്താണ്, ഇതാണ് കാര്യങ്ങൾ. ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എന്താ പഠിക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞു, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ഇവിടെ ഇത് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് അവളൊരു കാര്യം പറഞ്ഞു. ഇതാണ് അപ്പ എന്നെ ശരിക്കും ഞെട്ടിച്ചത്. ഇതിൽ ഒരാൾ മാത്രമല്ല, ഈ എയർപോർട്ടിൽ ചുറ്റും ഈ കാണുന്ന എല്ലാ സെയിൽസ് ജീവനക്കാരും ഇവിടെ എത്തിയത് ഒരേ രീതിയിലാണ്. അതിൽ ഭൂരിഭാഗവും മലയാളികളാണെന്നുള്ളതാണ്. ഇവരൊക്കെ ഇവിടെ എത്തിയതാകട്ടെ സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ടിട്ടാണ്. പലരും കൊടുത്തതാവട്ടെ ലക്ഷങ്ങളും. 1 2 ചിലപ്പോ ചില പാക്കേജസിന് 5 ലക്ഷം വരെ കൊടുത്ത് നമ്മള് ഇതിന് കയറിയാൽ ഇതൊരു കോഴ്സാണ്. ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ 3 മാസം എയർപോർട്ടിലെ വേറെ പണി ചെയ്യും, അത് കഴിഞ്ഞിട്ട് 3 മാസം അതിൽ നിന്ന് മുകളിലോട്ടുള്ള പണി ചെയ്യും, അതിന് മുകളിലോട്ടുള്ള പണി ചെയ്യും, അവസാനം ക്യാബിൻ ക്രൂ ആയി തീരും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി വന്നവരിൽ ഒരാളായിരുന്നു ഞാൻ പരിചയപ്പെട്ട ആ കുട്ടി. അവൾ അങ്ങനെ 3 മാസം ജോലി ചെയ്തു. പിന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ടു. നോ റെസ്പോൺസ്. വീണ്ടും ബന്ധപ്പെട്ടു. അവളെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. 6 മാസമായപ്പോ അവള് വീണ്ടും വിളിച്ചു. ആ വിളി ആരും എടുത്തില്ല. എത്ര കാശ് കൊടുത്തത്? 1 ലക്ഷം. അപ്പോഴേക്കും എൻ്റെ ഫ്ലൈറ്റിന് സമയമായി. അവളോട് യാത്ര പറഞ്ഞ് ഞാൻ ലണ്ടനിലേക്ക് തിരിച്ചു. പക്ഷെ പിന്നെ അങ്ങോട്ടുള്ള ആ ദിവസങ്ങളിൽ അവളുടെ അനുഭവങ്ങളും അവളുടെ ആ മുഖവും എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഒരാളുടെ കഥയല്ല. ഇത്തരം കിനാക്കുരുക്കുകളിൽ അകപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഇവരെ തേടിയുള്ള അന്വേഷണമാണ് എന്നെ പിന്നെയും നാട്ടിലേക്ക് എത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചു. കുറച്ചുകൂടി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണം. ഞാൻ ഈ സംഭവം ഒന്ന് നോക്കാൻ പോവാപ്പ. ഇന്ന് ഞാൻ മൊഴിയെടുക്കാൻ നോക്കുന്നു. ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. സമയം എത്ര അമ്മേ? 7:47. ഇപ്പോൾ നമുക്കൊരു ലിസ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ
ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ഒരു മിറക്കിൾ തന്നെ ആയിരുന്നു അത് നമുക്ക് കിട്ടുന്നത്. ഒരു 20 നമ്പറുണ്ട്. ഈ 20 പേരിൽ നിന്നൊരു 3-4 പേര് സംസാരിച്ചാലെങ്കിലും നമുക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. ഇതെന്തേലുമൊക്കെ ആയിത്തീരും. ഹലോ, നമ്മൾ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക ഈ എയർപോർട്ടിൻ്റെ ജോലി കിട്ടും എന്ന് പറഞ്ഞ് സ്കാം ചെയ്യപ്പെട്ട ആൾക്കാരെ പറ്റി. ഇങ്ങനെ ഒരു കേസ് സാറിനൊരു 2023 ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവുമെന്ന് ചോദിക്കാൻ വിളിച്ചതാ. ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, ബൈ. ആദ്യം ഞാൻ വിളിച്ച ആള് തന്നെ സമ്മതിച്ചു, സംസാരിക്കാന്ന് സമ്മതിച്ചു, വീഡിയോ എടുക്കാന്ന് സമ്മതിച്ചു. Then turn right onto National Highway 66. Turn right and turn right. വല്ല മനസ്സിലാവുന്നുണ്ടോ? സാറ് എങ്ങനെയാണ് ഈ ശൈലജയെ പരിചയപ്പെടുന്നതോ എങ്ങനെയാണ് ഈ കഥ മൊത്തം തുടങ്ങുന്നത്? എന്റെ വാപ്പ ഗൾഫില്ല. വാപ്പായും ചേട്ടനൊക്കെ ഗൾഫ്. അപ്പൊ ഇവരൊക്കെ വിളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ എയർ ഇന്ത്യയിലെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണുന്നെങ്കിൽ ആ യൂണിഫോമിനോടായിരുന്നു ഒരു ഇത് തോന്നുമല്ലോ. അതായത് യൂണിഫോം കാണുന്നെങ്കിൽ ഒരു പാഷൻ, ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പൊ കൊണ്ടാക്കാനായാലും ഇവരെ വിളിക്കാൻ വരുമ്പോഴാലും ശരി, ഞാൻ എൻ്റെ വാപ്പായാലും ശരി, എൻ്റെ ചേട്ടനായാലും ഇവരാരും ഞാൻ ഇവരെ ശ്രദ്ധിക്കത്തില്ല. ഇറങ്ങി വരുന്ന സ്റ്റാഫുകളുണ്ട് ഈ എയർ ഇന്ത്യയിൽ, അല്ലെങ്കിൽ അല്ലാതെ വരുന്ന സ്റ്റാഫുകളുണ്ട്, ഇവരാണ് കൂടുതൽ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര നല്ല യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ പാസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു പാസഞ്ചർ പോകുകയാണെങ്കിൽ ഒരു പാസഞ്ചറിനേക്കാൾ മുമ്പ് നമുക്ക് കയറി നിന്ന് നമുക്കിത് പാസ് കാണിച്ചിട്ട് കയറി. അപ്പം അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടമുണ്ട്. എയർപോർട്ട് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾക്ക് എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമായിട്ട് നമ്മൾ കാണും. അപ്പം എത്ര രൂപയുള്ള നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ജോലിക്ക് കയറാൻ വേണ്ടി എല്ലാവരും നോക്കും. 10,000 രൂപ വെച്ച് ഞാനും കൊടുത്ത് അവൾ കൊടുത്ത് ഒരാളുടെ 80,000 രൂപ 90,000 രൂപ വരെ നമ്മുടെ കൂടെ ജോലി ചെയ്ത പിള്ളേർ കൊടുത്തു. അങ്ങനെ അവർക്കെങ്കിലും ഒരുപാട് കേസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പത്രത്തിൽ ന്യൂസ് വന്നിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഉൾപ്പെടെ. പക്ഷെ ഇവര് ഇപ്പോഴും സെയിം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ഇന്റർവ്യൂ കണ്ട് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? He managed to get another job. That is why മറ്റൊരു പിടിച്ചു നിൽക്കണത്. തീരെ ഇതാവണില്ലല്ലോ. ഈ ഏവിയേഷൻ ഇൻഡസ്ട്രീസ്, ഈ പ്രൈവറ്റ് സെക്ടർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എന്ത് സംഭവത്തിലും കാശ് പരിപാടിയാ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ കേസിനെ പറ്റി ഒന്നും ഭാര്യയുടെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ ഈ ജോബ് പോയിരിക്കുകയായിരുന്നു. ജോബ് കണ്ടിട്ടാണ് കല്യാണം ഫിക്സ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ജോബ് പോയി. അപ്പൊ ആ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മൊട്ടയില്ലേ? ഓ, ആയിക്കൊണ്ടിരിക്കണ പോലെ. ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. എല്ലാത്തിലും കൂടി ഇങ്ങനെ പരന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കൂല. എന്നാലേ ശരിയാവുള്ളൂ. ഒരുപാട് പൈസകൾ ചെലവാക്കിയിട്ടുണ്ട് ഓരോ കാര്യത്തിനും. അതുകൊണ്ടാണ് പറയണത്. അത് ഈ പ്രായത്തിനനുസരിച്ച് പക്വത വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഓരോന്നിലും ഇങ്ങനെ ഉറക്കാതെ. ആരെങ്കിലും പറയും ഈ കോഴ്സ് പഠിച്ചാൽ കൊള്ളാം എന്ന് പറയും. ഉടനെ എന്നാ ഞാൻ നോക്കട്ടെ പോലെ ആരുവാ. അങ്ങനെ ഈ കാല് ഉറപ്പിച്ച് നിൽക്കാതെ എല്ലാത്തിലും ഇങ്ങനെ ഓടി നടക്കരുത്. പൈസ കണ്ടമാനം ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന് ഇഷ്ടമുള്ള ചെയ്തില്ലേ? ഇഷ്ടം എന്താന്ന് എനിക്ക് അറിയണ്ടേ? ചേട്ടൻ എന്താ മണ്ടനാണോ? എനിക്കെന്താ ഇഷ്ടമെന്ന് എനിക്കറിയില്ലോ. പക്ഷെ ചേട്ടൻ എന്താ അറിയില്ലാത്ത? എന്റെ പ്രായത്തിൽ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് എന്താ ചെയ്യണ്ടേ. പിന്നെ സ്കൂളിലും ട്യൂഷനും വീട്ടിലൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ ഇഷ്ടം ഓരോരുത്തര് പറഞ്ഞു ഞാൻ തന്നെ മറന്നുപോയി.
എന്താടാ ഇത് സൂമൊക്കെ ഇങ്ങനെ? യു ഗുഡ്? എന്താ പറ്റിയ നിനക്ക്? വാട്ട്സ് റോങ്? ദെൻ വൃത്തിയായിക്കൂടെ നിനക്ക് റൂമൊക്കെ ഒന്ന്? ഇതെന്തിങ്ങനെ ഇട്ടേക്കുന്നേ? പുറത്തൊന്നും പോകാറില്ല? എല്ലാരും പറഞ്ഞ് നീ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ, പുറത്തിറങ്ങാറില്ല, കാണാറില്ല. കൊറേ വർഷമായി നിർത്തുവോ? വയസ്സായവരെയാണ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ വന്ന് നമ്മൾ കണ്ടു വേണം മരിക്കാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ നന്നായി വരാനല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ നന്നായി വന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം. ഹലോ. അതെ, നിങ്ങളുടെ എന്തോ ഏവിയേഷനോ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഇത് എവിടെയാ വരുന്നത്, നിങ്ങളുടെ കോഴ്സ്? ഓക്കെ ഓക്കെ ഫൈൻ. 24 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിക്ക് ജോലി ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്താ പറയുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാത്ത ഒരു പുരുഷൻ. അപ്പൊ അവനെ ഒന്നിനും കൊള്ളത്തില്ല. കാരണം അവൻ കുടുംബത്തിന്റെ കാര്യം നോക്കേണ്ട ആളാണ്, കുടുംബനാഥനാണ്, വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ബെയർ ചെയ്യേണ്ട ആളാണ്. അവന് കുടുംബനാഥൻ എന്നുള്ള ലേബലിലേക്ക് മാറണമെങ്കിൽ അവൻ ജോലി മസ്റ്റായിട്ട് കൊണ്ടാവണം ഈവൻ 24 ഇയേഴ്സ് കഴിയുമ്പോഴത്തേനും. ഇല്ല എങ്കിൽ അവനെ പുരുഷനായിട്ട് കാണാൻ പറ്റത്തില്ല. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവള് പഠിക്കണം. മാരേജ് മാർക്കറ്റിനകത്ത് കോമ്പീറ്റ് ചെയ്യുന്ന ഏറ്റവും ശാരീരികതയും ഏറ്റവും അടങ്ങി ഒതുങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, മറ്റുള്ളവരെ കെയർ വർക്കുകളും സംരക്ഷണങ്ങളും ഒക്കെ ചെയ്യാൻ അറിയാവുന്ന, ക്വസ്റ്റ്യൻ ചെയ്യാത്ത പെൺകുട്ടിയായിട്ട് വളരണം. അവിടെ അവൾക്ക് കുടുംബത്തിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ഒരു അവസ്ഥയിൽ അവരിതിന് പുറത്തേക്ക് ചാടാനും പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കാനും ഇൻഡിപെൻഡന്റ് ആകാനും വേണം ശ്രമിക്കുന്നത്. ആ ഒരു ഇൻഡിപെൻഡൻസി എന്ന് പറയുന്ന ആ ഒരു, എനിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി യാത്ര ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് സോളോ ട്രാവൽ ചെയ്യണം എന്നൊക്കെ പറയുന്ന വളരെ വലിയ സ്വപ്നങ്ങളിൽ ഇവർ നിൽക്കുമ്പോൾ ഇവരെന്താ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് പൈസ വേണം, പൈസ വേണമെങ്കിൽ ഞാൻ ജോലി ചെയ്യണം. അപ്പൊ ഞാൻ പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ ഫ്രോഡുകളിലും ട്രാഫിക് കൂടിയൊക്കെ ഒക്കെ വന്നു പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഒപ്റ്റിമിസം ബയസ്, അല്ലെങ്കിൽ ഒരു നമുക്ക് നല്ലത് വരുമെന്ന് ശുഭപ്രതീക്ഷ നമുക്ക് എല്ലാവരും. ഇപ്പൊ ഈ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടുകഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് നമുക്കൊരു തോന്നൽ. പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു അഡ്വർടൈസ്മെന്റ് മറ്റും, അത് എയർപോർട്ടിലുള്ള ഒരു ജോലിയാണ്. എയർപോർട്ടിലുള്ള ജോലി എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ കുറച്ചൊരു ഉന്നതമായ നിലയും വിലയുമുള്ള ഒരു ജോലിയൊക്കെയാണെന്ന് നമുക്കൊരു തോന്നലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ചില ജോലികൾ തരമുണ്ട്, ചില ജോലികൾ കുറച്ച് കൂടിയ ഗ്രേഡിലുള്ളവയാണ്, കുറച്ചല്ലാത്തവയാണെന്നുള്ള ചിന്തകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതിൽ നിർഭാഗ്യകരമായ ഒരു കാര്യം, ഈ കുട്ടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുകയും ആ കോഴ്സുകൾ പാസ്സായതിനു ശേഷമാണ് ഈ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഉള്ള പല റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ ഈ കുട്ടികളെയൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യൂണിഫോം ധരിച്ചുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അതൊക്കെ നിയമത്തിന്റെ അർത്ഥമായ ലംഘനമാണ്. ഇത് മാത്രമല്ല, ഇതൊരു സുരക്ഷാ ഭീഷണി കൂടെയാണ്. നിങ്ങളത് ആലോചിക്കും, എയർപോർട്ടുകളിലൊക്കെ ഇത്തരം കേന്ദ്രീകൃതമായ ഏജൻസികൾ ഉൾപ്പെടെ സെക്യൂരിറ്റി നോക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലൊരു യൂണിഫോം ധരിച്ചു വന്ന ആൾക്കാർക്ക് മറ്റു തൊഴിലിൽ ഏർപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യം. ഹലോ, ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. അവരുടെ അടുത്ത് നിന്ന് 50,000 രൂപയാ പോയെ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഏതായാലും ഇതില് താല്പര്യം ഉണ്ടാവോ? ഓക്കെ, ഇപ്പോൾ ഇൻകമിംഗ് കോൾ സ്വീകരിക്കാൻ കഴിയില്ല. 7ാമത്തെ ആളെ വിളിച്ചു. 8. If you would like to leave an additional message, please reply after the tone. പിന്നെ ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് തിരിച്ചു വിളിച്ചാൽ മതിയേ. പക്ഷെ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നല്ലേ? സംസാരിക്കില്ല, ആരും ഇതിനെപ്പറ്റി സംസാരിക്കത്തില്ല. അന്ന് ഞങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ എല്ലാരും ആ ഒരു മൈൻഡിൽ ഇരുന്നോണ്ട് ഞങ്ങൾ എല്ലാരും നല്ല കേസും ക്രൈംബ്രാഞ്ചില് എല്ലാ കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിയായിരുന്നു. വാർത്താകരത്തോട്ടിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എല്ലാം ഇങ്ങനെ പോയി. ഇത് ലാസ്റ്റിൽ എല്ലാം ഞങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്തിൽ തന്നെ അവര് പറഞ്ഞു, നിങ്ങള് ഈ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും കാശ് പൈസ കിട്ടാൻ പോകുന്നില്ല. ഈ എയർപോർട്ടിൽ ഫുള്ളി ഇങ്ങനെ സ്പാം നടക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മളെ ഫുൾ അങ്ങ് അടിച്ച് കാട്ടും. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ അതങ്ങനെ നല്ല ജോബ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂ പോയി സെറ്റ് ആണെന്ന് പറഞ്ഞു. ജോലിക്ക് ജോലി ചെയ്ത് നേരെ ചെന്ന് ചായക്കടയിലോട്ട്. അവിടെ എന്നിട്ട് എത്ര നാളുണ്ടായിരുന്നു ചേച്ചി? 6 മാസം
ചായ അടിച്ചോണ്ട് നീ അടുത്ത് പറയാൻ പറ്റും ചായക്കടയിലാന്ന് ആലോചിക്കും. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടില് പറഞ്ഞു. ഈ ജോബ് മാർക്കറ്റൊക്കെ ഇത്രയും മോശമായിരിക്കുന്ന സമയത്ത് ഈ ഫ്ലവർ ഷോപ്പിലൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ അതിനായിട്ട് കയറാൻ ആൾക്കാരുണ്ടാവില്ല. പിന്നെ എന്തിനാ ഈ എയർപോർട്ടിൽ ജോലി വേണമെന്ന് പറഞ്ഞു വരുന്ന പിള്ളേരെ പറ്റിച്ച് ഇതിനകത്തോട്ട് കയറ്റുന്നത്? അത് കാശ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണോ? ഈ പുള്ളി മെസ്സേജ് അയക്കുമ്പോ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഈ ഷെയർ ഒക്കെ ചോദിക്കത്തില്ലേ, ആ ഒരു സെറ്റപ്പാണ്. നീ ഇത്ര രൂപ വന്നാൽ എനിക്ക് ഞാൻ ഇവിടെ പ്ലേസ്മെന്റ് വരും, നീ എനിക്ക് ഇത്ര രൂപ വന്നാൽ ഞാൻ അവിടെ പ്ലേസ്മെന്റ് വരും, ആ സെറ്റപ്പാ. കുറച്ചാളിങ്ങനെ നമുക്കൊരു ഡൗട്ട് വന്നു. കാര്യം എടുത്ത പാടെ ചോദിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് അവർക്ക് എയർപോർട്ടിലോട്ട് തരാൻ പറ്റത്തില്ല, അപ്പൊ അതിന് പകരം ജസ്റ്റ് വെളിയിലോട്ട് അകത്തുനിന്നൊക്കെ തരാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ഇന്റർവ്യൂ എത്രയാ 60K സംതിങ് എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്ലേസ്മെന്റ്, അങ്ങനെയാണ് ഇവര് പറയുന്നത്. ഇത് എയർലൈൻസുകാർ അറിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇങ്ങനെ ഒരു ഗ്രൗണ്ട് സ്റ്റാഫിന്റെ അങ്ങോട്ട് ഇന്റർവ്യൂ കാണും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് ഞങ്ങളൊരു 4 പേര് സംതിങ് എങ്ങാണ്ടാ പോയത്. നിങ്ങൾ ജസ്റ്റ് ചെന്ന് അറ്റൻഡ് ചെയ്താൽ മതി, നിങ്ങൾ പാസ് ആകും. പുള്ളിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെന്നുള്ള രീതിക്ക്. ജസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രത്തോട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ട്രിവാൻഡ്രം ചെന്ന് കഴിയുമ്പോൾ ഇവരെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു, ഇവിടം വരെ എനിക്ക് ഓപ്ഷൻ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും ചെയ്തു തന്നില്ലേ, അപ്പൊ നിങ്ങൾ ഇനി ഫണ്ട് ഇടണോന്ന് പറഞ്ഞു. ഒരാളുടെ കയ്യിൽ നിന്ന് 25,000 വെച്ചിട്ട് ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു അന്നത്തെ ഒറ്റ ദിവസം. നമ്മൾ ചെല്ലുന്നു, ജസ്റ്റ് ഒരു ഇന്റർവ്യൂ പോലെ വെളിയിൽ ഒരു കഫറ്റീരിയയിൽ കൊണ്ടുവച്ച് നമ്മൾ ജസ്റ്റ് ഇന്റർവ്യൂ പോലെ എടുക്കുന്നു. ഇന്റർവ്യൂ എന്നൊന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് പേര് ചോദിച്ചു, വീട് എവിടെയാന്നൊക്കെ ചോദിച്ചു, അതൊക്കെ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഈ ഫണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ജസ്റ്റ് അവിടുത്തെ ഏതോ ഒരു കഫറ്റീരിയയിലോട്ടാണ് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നതെന്ന്. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ പണി കുറവുള്ള ഒരു ഹോട്ടലിലോട്ട് മാറ്റി തരാം, അങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് ഓൾറെഡി ഈ ഹോട്ടലിന്റെ ഒരു സെറ്റപ്പിൽ ഇവൻ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് തന്നിട്ട് അവൻ അതിന്റെ ഇടയ്ക്കും പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊരു 2 lakhs തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻഡിഗോയുടെ ഗ്രൗണ്ട് സ്റ്റാഫ് ആക്കാം, അവൻ അവിടെ കണക്ഷൻ ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലെ ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ആളിങ്ങനെ പറ്റിക്കപ്പെട്ടിട്ട് ഇതിൻ്റെ പിന്നാലെ ഒരു 3 വർഷമായി നടക്കുന്നു. പലരും വിചാരിക്കാറുണ്ട്, ഓ ഇങ്ങനെ ഓൾറെഡി നടന്നു പോയി, ഞാനിതൊക്കെ മറന്ന് മൂവ് ഓൺ ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഒരു വെൻഡറ്റീവായിട്ട് നടക്കുന്ന ഒരാളുണ്ട്, വിഷ്ണു. നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിലെ സ്റ്റാഫായിരുന്നു, സ്റ്റാഫായിരുന്നു. അപ്പൊ അവരൊക്കെ അവിടുത്തെ കുഴപ്പം കാണിച്ചപ്പോ അവരവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് എന്താ കുഴപ്പം കാണിച്ചത്? അവര് അവിടെ വരുന്ന പിള്ളേരെ തന്നെ പറഞ്ഞു വിടുന്നത്, കാരണം ഇവിടെ വന്ന് ചേരണ്ട, പഠിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ അക്കാഡമിയിലോട്ട് അവരൊക്കെ അറിയാവുന്ന വേറെ അക്കാഡമിയിലോട്ട് ചേരും. അതറിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവരെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പഠിച്ചിറങ്ങി 3 വർഷം പഠിച്ചിറങ്ങിയപ്പോ എവിടെന്നെ വിളിച്ചായിരുന്നു. ഒരു ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോബ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. വാഗ്ദാനം തന്നു. അപ്പൊ നമുക്കറിയാലോ, നമ്മളിപ്പം ആ ടൈമിൽ ജോബ് നോക്കിയതിന് സെലക്ട് ചെയ്തു. ആ ടൈമിൽ എവിടെ വന്ന് ഇങ്ങനെ വേക്കൻസി ഉണ്ട്, ഇങ്ങനെ എയർപോർട്ട് വേക്കൻസി ഉണ്ട്. ഞാൻ എയർപോർട്ട് വേക്കൻസി ജോയിൻ ചെയ്തിട്ടാണ് അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ 1 മാസമായിട്ട് സാലറി തന്നില്ല. അപ്പൊ സാലറി ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു സാലറി തരുന്നതാണ് ഏതൊരു കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ ഹിമാൻഷു സിംഗ് എന്ന് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി. അപ്പൊ അവര് തരുമെന്ന് പറഞ്ഞിട്ട് അവര് തന്നില്ല. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇപ്പൊ ഇവര് അവസാനം കയറ്റിയ ജോബ് എന്ത് ജോബായിരുന്നു? അത് കയറ്റിയ ജോബ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് എന്നാണ് അവർ ഉദ്ദേശിച്ച് കയറ്റിയത്. നമ്മൾ അവിടെ ചെന്ന് ഇപ്പൊ അവര് പറഞ്ഞ ജോബ് എന്ന് പറയുന്നത് സെയിൽസ് ഉണ്ടല്ലോ, മറ്റേ കടയിൽ നിന്നിട്ട് ടാഗിന്റെ പണി, ടാഗിക്കുന്ന പണിയാണ് അവര് കയറ്റിയത്. നമ്മളെ അവസ്ഥ കൊണ്ട് നമ്മൾ കയറ്റി, കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, പൈസ കൊടുത്തു. അങ്ങനെ സാലറി കിട്ടുന്ന 1 മാസം വെയിറ്റ് ചെയ്തിട്ടും സാലറി ഒന്നില്ല. അപ്പൊ അതൊക്കെ തിരിച്ചു ഞാൻ കഴിഞ്ഞ ഇങ്ങനത്തെ ജോബാണ് വാങ്ങിച്ചത്. അപ്പൊ എനിക്ക് സർവീസ് ചാർജ് തിരിച്ചു വേണം പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, അത് നമ്മൾ പീഡി പറയുന്ന ആളിൻ്റെയിലാണ് നമ്മൾ കൊടുക്കുന്നത്, അവരാണ് നമുക്ക് ഇതൊക്കെ തരുന്നതെന്ന് പറഞ്ഞു. പൈസ അവർക്കാണ് ഈ പൈസ പോണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇപ്പൊ ഇവര് അവസാനം കയറ്റിയ ജോബ് എന്ത് ജോബായിരുന്നു? അത് കയറ്റിയ ജോബ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് എന്നാണ് അവർ ഉദ്ദേശിച്ച് കയറ്റിയത്. നമ്മൾ അവിടെ ചെന്ന് ഇപ്പൊ
ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേ? കിച്ചു, നിനക്ക് പറക്കാൻ തോന്നിയിട്ടില്ലേ? അതേപോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറക്കാൻ വന്നതാ ഞാൻ ഇവിടെ. എയർപോർട്ട് അല്ലേ? എത്ര കാലമായി തുടങ്ങിയിട്ട്? Are you ready to make money? Yes. Yes. Over the years ആയിട്ട് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് ഇതാ. നിനക്കെപ്പോഴാ തോന്നിയത് ദുബായ് പോയല്ലേ പറ്റൂ. ദുബായ് ആയതുകൊണ്ട് ഐ എം എക്സൈറ്റഡ്. അതേപോലെ തന്നെ എനിക്കും. ഇതിലങ്ങനെ ആർക്കും വലിയ ലാഭമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ കേസിൽ തന്നെ നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ ഒരു എക്സാം ഉണ്ട്. ആ എക്സാമിൽ നന്നായിട്ട് അധ്വാനിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ലാഭമുണ്ട്. നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റിൽഡ് ആവും. മാത്യു, ആ ചെയർ എടുത്ത്. Because a criminal is going by his ആനിമൽ പാഷൻ. അപ്പോൾ അതുകൊണ്ട് അവർ ക്രൈം ചെയ്യുമ്പോൾ അവർ ഓർക്കില്ല, അതായത് നമ്മളെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ നമ്മളെ ജയിലിലിടും. 2018 അതാണ് വർഷം. ഈ വർഷം അലാം എന്ന് പറഞ്ഞൊരു യുവാവ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. ഇയാൾക്ക് ഒരു ഒറ്റ പ്രശ്നമാണുള്ളത്. അയാളുടെ അടുത്ത് നിന്ന് ആരോ 999 അടിച്ചോണ്ട് പോയി. അവര് പറഞ്ഞു തനിക്ക് ജോലി തരാം, ഇത്രയും കാശാ. അവൻ തന്നു. ദാറ്റ് പേഴ്സൺ ഡിസപ്പിയർ ആയി. ഓക്കെ, അലാം ഇതും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസുകാർ ഇത് വല്ലതും സീരിയസ് ആയിട്ട് എടുക്കോ? 1000 രൂപയ്ക്ക് വേണ്ടി അവൻ സ്റ്റേഷനിൽ കയറുന്ന നോക്കിക്കേ എന്ന് പറഞ്ഞ് അവരവനെ തിരിച്ചുവിട്ടു. 2025 കോടികളുടെ ഒരു സ്കാം, ജോബ് സ്കാം നമ്മുടെ പോലീസ് അൺകവർ ചെയ്യുന്നു. ഇതിന്റെ പിന്നിലുള്ള കിങ് പിൻ ആരാ? അലാം. അതെങ്ങനെ അങ്ങനെ എന്ന് അപ്പ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ഉണ്ടായത് എന്താന്ന് പറഞ്ഞാ 2019 ഇതേ അലാം തീരുമാനിക്കുന്നു, ഇങ്ങനെ കുഞ്ഞു തുക പല പല ആൾക്കാരുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്താ എനിക്ക് ഈ 1000 രൂപ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇന്ന് അയാള് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ 1000 രൂപ 2000 രൂപ അങ്ങനെ പറ്റിയായിട്ട് തുടങ്ങുന്ന സ്കാം പിന്നെ അതിങ്ങനെ കൂടി 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 എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഗോസ് അപ്പ്, കോൺഷ്യൻസ് ഗോസ് ഡൗൺ. അലാം എന്ന് പറഞ്ഞ വ്യക്തി പോലീസിനോട് നേരിട്ട് അങ്ങ് പറയുക, എനിക്കറിയായിരുന്നു ഒരു ദിവസം എൻ്റെ ഈ ആർത്തി എൻ്റെ പതനത്തിന്, എൻ്റെ വീഴ്ചയ്ക്ക് കാരണമാവുന്ന എൻ്റെ ഈ ആർത്തി. ഇത് വലിയൊരു കാര്യമായിട്ട് ആരും എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഇതൊരു കോടിക്കണക്കിന്റെ ബിസിനസ് ഫ്രോഡാണ്. പുള്ളിക്കാരി കൊണ്ട് പൈസയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് 1 ലക്ഷത്തിനടുത്ത് പൈസ 1 ലക്ഷം 1 ലക്ഷത്തിനടുത്ത് അത്രയും അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് ഫ്ലവർ ഷോപ്പിൽ കൊണ്ട് കയറ്റി. അത് ബോണ്ട് വെച്ചിട്ട് 2 വർഷം വരെ ബോണ്ട് വെച്ചിട്ട്. അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലേ? അയ്യോ എന്റെ പൊന്നെ, അതിപ്പോ കൂട്ടിയാ കഴിഞ്ഞ മന്ത് ആ കമ്പനി കൂട്ടി. എന്നുവെച്ചാൽ അവിടുത്തെ ടീച്ചർമാരൊക്കെ വരയ്ക്കുന്ന അവര് കാര്യങ്ങളുകൊണ്ട് വർക്ക് ചെയ്യുമെന്ന് ആലോചിച്ച് അതില് ഇന്റർവ്യൂവിൽ പോയിട്ട് ഒന്നുകൊണ്ട് പിള്ളേർക്ക് ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് ജോലി കിട്ടിയ ഇവർ ഉടനെ പറയും ഇവര് കൊടുത്തത് കൊണ്ടാണ് പോയി. പിന്നെ ഈ 2 പിള്ളേരെ വെച്ചിട്ടായിരിക്കും വീഡിയോസ് കാര്യങ്ങൾ ഫുള്ള്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ ഇതുകൊണ്ടാണ് നമ്മള് അവർക്ക് കിട്ടിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണെന്ന് വെച്ചിട്ട് നമ്മൾ പോയി കയറും. ഈ വീഡിയോയ്ക്ക് വരുന്ന പിള്ളേർക്ക് അറിഞ്ഞൂടെ ഇവര് ഈ റെപ്രസെന്റ് ചെയ്യുന്ന അക്കാഡമി ഭയങ്കര തട്ടിപ്പാണെന്ന്? അവര് നമ്മള് പഠിക്കുന്ന ടൈമിലാണ്. ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ടൈമിലാണ് നമ്മളെ കൊണ്ട് വീഡിയോസ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതാണെങ്കിൽ നമ്മൾ ഓരോ റീൽസും കാര്യങ്ങളും നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ പഠിച്ചാലും കഴിയുമ്പോഴാണ് അതിന്റെ തട്ടിപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ നമ്മൾ അതിനൊരു കമന്റ് ചെയ്യുന്ന വിത്തിൻ സെക്കൻഡിലുള്ളതാണ് ആ കമന്റ് ഡിലീറ്റ് ആയി പോകുന്നത്. വൃത്തികെട്ട വിടുള്ള പറയണം. മോനെ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകത്തേ ഉള്ളൂ. പൈസ കൊടുത്ത് കഴിഞ്ഞാൽ
അതിന്റെ ഇരട്ടി ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും, ജോലിക്ക് കയറിയിട്ട് എന്ന് പിന്നെ അവര് പറഞ്ഞല്ലോ. നമുക്കൊരു വാക്കുണ്ട്, ഇവർ ഓൾറെഡി പറഞ്ഞു, കേരളത്തിൽ പറഞ്ഞിട്ട് ഇവർ തന്നെ പറഞ്ഞു കേൾക്കോളാൻ പറഞ്ഞു. വിശ്വാസത്തിൽ പോയി കയറി ഭയങ്കര പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പെണ്ണുപിള്ള പറയാണ് ഇവർ അങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടേ ഇല്ലാന്ന്. എന്നാൽ 30 ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഇതുപോലൊക്കെ 10 പേര് തിരിച്ചു തരാം, ഇത്ര രൂപ തരാം, അപ്പം ഞാൻ എന്ത് തരാം. ഞാൻ പറഞ്ഞു എങ്ങനെ പറ്റത്തില്ല. ഫസ്റ്റ് ഞങ്ങൾ ഈ പുള്ളിയായിട്ട് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ്. ചേരുന്ന സമയത്തൊക്കെ പറഞ്ഞ് ഓക്കെ നീ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നീ ഒരു 20K 30K സാലറിയിൽ ജോലി ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ഇമാജിൻ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വീഴ്ച അങ്ങനെ കൊണ്ട് ചേർത്തിരുന്നത്. അപ്പൊ നമ്മളോട് ഓൾറെഡി പറഞ്ഞിരുന്നത് ഡയറക്റ്റ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നു, അവർക്ക് ഓൾറെഡി എയർപോർട്ടുമായിട്ട് ടൈപ്പ് ഉണ്ട്, ദെൻ നമ്മൾ അവരെ ഡയറക്ട്ലി പ്ലേസ് ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലാസ് ഒക്കെ തീരാറായപ്പോഴത്തേക്കും കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏകദേശം പിള്ളേർക്കെല്ലാം മനസ്സിലായി തുടങ്ങി. ഇവർക്ക് ബേസിക്കലി ഒരു എയർപോർട്ടുമായിട്ട് പോലും ഇവർക്ക് ഒരു ടൈപ്പും ഇല്ല. ജസ്റ്റ് നോർമൽ ഒരു ബിൽഡിങ്ങും വാടകയ്ക്ക് എടുത്ത്, ജസ്റ്റ് റൂംസ് കുറെ വാടകയ്ക്ക് എടുത്ത് നോർമലായിട്ട് എല്ലാവരും തട്ടിക്കൂട്ടി ചെയ്യുന്ന പോലെ ഒരു പരിപാടിയായിരുന്നു. ക്ലാസ് ഒക്കെ തീരാറായപ്പോൾ പിള്ളേർക്കെല്ലാം കാര്യം മനസ്സിലായി തുടങ്ങി. അപ്പോഴത്തേക്കും പിള്ളേരെല്ലാം ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളെല്ലാം തിരക്കി തുടങ്ങി. കുറെ പേര് അങ്ങോട്ട് പ്ലേസ് ചെയ്തു, അങ്ങനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റി. അവർക്ക് നല്ല പിടിപാടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എടുക്കാൻ പോയിട്ട് നമ്മളെല്ലാവരും കൂടെ കംപ്ലൈന്റ് എടുക്കാൻ പോയപ്പോൾ അവരെ തിരക്കിയപ്പോ പോലീസ് നേരത്തെ അറിയാമോ, കാരണം പോലീസ് അറിയുന്നല്ല എന്തെങ്കിലും വായിച്ചതാണ് കംപ്ലൈന്റ് എടുത്ത ടൈമിൽ. അപ്പൊ തന്നെ അവർക്ക് അവിടെ എന്തിനാണ് പിടിപാടുണ്ട്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലാണ് കൊടുത്തത്, നമ്മുടെ ചങ്ങോട്ട് പിടിപാടുള്ളപ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണേ. ഇവരെ കുറിച്ച് വീടിന്റെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴും ഇവരെ കാണാൻ പറ്റിയില്ല. പേടിയില്ല. നമ്മൾ അന്വേഷിച്ച് നടന്നു, കുറെ അന്വേഷിച്ച് നടന്നു, കാണാൻ പറ്റില്ല. പക്ഷെ എവരാണ് മെയിൻ ആള് അറിയാം. ഒരു തവണ ഇവരെ വിളിച്ചാണ് പ്രീതിനെ ഫോണ് പോലീസ് വിളിച്ചപ്പോ പോലീസാണ് വിളിച്ചു, നമ്മളെ മുന്നേ വെച്ച് വിളിച്ചു. ചങ്കോട്ട് പോലീസ് മുന്നേ വെച്ച് വിളിച്ചപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, എനിക്ക് ഇവിടെ പരിപാടുണ്ട്, എനിക്ക് വക്കീലുണ്ട്, ഇറക്കാൻ വക്കീലുണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവരെ അങ്ങനെ ഇതില് പറയണം, കാരണം അവർക്കൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയണം. മെയിൻ കൊച്ചിയിലെന്നാണ് പറഞ്ഞത്, മെയിൻ ഇത് കൊച്ചിയിലാണ്. കേരളത്തിൽ മൊത്തം നടക്കുന്ന ഈ എയർപോർട്ട് സ്കാംസ്, ഡു യു തിങ്ക് ദേ ആർ ഓൾ കണക്റ്റഡ്? കുറ്റകൃത്യം ചെയ്യുന്നവരുടെ മനോനില പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോഴെങ്കിലും ഈ കുറ്റകൃത്യം ചെയ്തവർ നേരത്തെ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി നിന്നവരായിരിക്കും. ഉദാഹരണമായി ഇവർ നേരത്തെ പറ്റിക്കപ്പെട്ടു, അതിനുശേഷം ഇവർ ഇതിലേക്ക് തുനിഞ്ഞു അറിയും. ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഒരു കാലത്ത് ഗീത മറ്റൊരു കാലത്ത് വേട്ടക്കാരനാകുന്നത് പോലെ ഒരിക്കൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായവർക്ക് ഈ ദുരനുഭവത്തിന് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു ചിന്ത ഉടലെടുക്കുന്നതിനുണ്ടായോ. അപ്പൊ ഇത്തരത്തിലുള്ളവർക്ക് സാധാരണ പറയുന്ന ഒരു മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് വലിയ പുച്ഛവും ഒക്കെ ആയിരിക്കും. ധാർമ്മിക മൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ ഗുണമൊന്നും ചെയ്ത് കണ്ടിട്ടില്ല, അവരെ പറ്റിച്ച് അവർക്ക് ധാർമ്മിക മൂല്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാമെന്ന് പറയുന്നതിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവത്തെ അവർ വല്ലാണ്ടങ്ങനെ അംഗീകരിക്കുകയും ചെയ്യും. ഈ ന്യായീകരണത്തിനോടൊപ്പം ഇവർ ചില ഗ്യാങ്ങുകൾ, സമാന മനസ്കരായ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ചില ഗ്യാങ്ങുകൾ രൂപീകരിക്കാൻ സാധിക്കും. ഇപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളെ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന്, അതൊരു റിക്രൂട്ട്മെന്റ് ഏജൻസിയോ മറ്റോ ആണെങ്കിൽ അവിടെ നിന്നുള്ളവരെയും കൂട്ടി എടുത്ത് തന്നെ ഒരു വാക്ചാവിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ഒരു നെറ്റ്വർക്ക് രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതലായി റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവരെ പറ്റിക്കാൻ സാധിക്കും. മാത്യു, പാസ്സായിട്ടുണ്ട്. ചുള്ളം തന്നെ ഇന്ന് എയർപോർട്ടിൽ പൊളിക്കാം. പൈലറ്റ് തന്നെ മറന്നു പോലെ കണ്ടിട്ട്.
അമ്മമ്മ ഞാൻ ഈ കാശ് എടുത്തത് ഞാൻ എന്താവശ്യത്തിനാണ് പറ എന്താവശ്യത്തിനാണ് എടുത്തതെന്നാണ് ചോദിച്ചത്. സത്യം പറയണം. എനിക്കൊരു ഏവിയേഷൻ അക്കാഡമിയിൽ നിന്ന് എനിക്കൊരു അത്യാവശ്യത്തിന് എനിക്ക് കുറച്ച് ഫണ്ട് കൊടുക്കണമായിരുന്നു. എനിക്ക് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ എടുക്കാം. അപ്പച്ചന്റെ ആവശ്യത്തിന് വേണ്ടി ഓപ്പറേഷത്തിന് വേണ്ടി പൈസ വെച്ചിരുന്നതാണ്. മാമേ അമ്മമ്മ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏവിയേഷൻ അക്കാഡമി ഇല്ലേ, അവിടെ ഇപ്പം ഇനി ഭയങ്കര ജോബ് എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതെ കിട്ടി. ആൻഡ് ഫസ്റ്റ് മന്തിലെ സാലറി എത്രയാണെന്നറിയോ? 30,000 രൂപ ഒരു മാസം. ഇല്ല, നമുക്കവിടെ ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കിട്ടിയത് ഭയങ്കര ഭാഗ്യം. ആസ് വെൽ ആസ് ഞാൻ ഭയങ്കര മെനക്കെട്ടു ഇതിൻ്റെ പുറകെ പഠിക്കാൻ വേണ്ടിയും. അതെ, അമ്മാമ്മ തന്ന കൊന്ത ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നത്തേക്ക് വേണ്ടി. അതെ, ഇല്ല അതെൻ്റെ കയ്യിൽ എപ്പോഴും കാണും. ശരി അമ്മാമ്മ, ബൈ. ഇതുവരെ ഞാൻ സംസാരിച്ച പരാതികളെല്ലാം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം വലിയതുറ സ്റ്റേഷനിലാണ്. അങ്ങനെ ഞാൻ അവിടേക്ക് തിരിച്ചു. പോലീസുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പലരും പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ശമ്പളം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആരും തന്നെ ജോലിക്ക് വേണ്ടി ക്യാഷ് കൊടുത്ത കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള തട്ടിപ്പ് നടന്നിട്ടില്ല എന്നാണ് പോലീസുകാരുടെ ഭാഗം. തട്ടിപ്പുമായുള്ള കൂടുതൽ വിവരങ്ങളും സഹകരണവും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് പിന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ തട്ടിപ്പിനിരയായവരുമായി വീണ്ടും ബന്ധപ്പെട്ടു. അവർക്ക് അന്ന് ഈ സ്റ്റേഷനിൽ നിന്നും കിട്ടിയ നിർദ്ദേശം പ്രതികളായി ആരോപിക്കപ്പെട്ടവർക്ക് നല്ല പിടിപാടുള്ളവരാണെന്നും ഇവർ കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അങ്ങനെ അവരെ കൊച്ചി നെടുമ്പാശ്ശേരി പരിധിയിലേക്ക് വിടുകയാണ് ഉണ്ടായത്. സമയം 5:21. നമ്മൾ കൊച്ചി യാത്രയിൽ പുറപ്പെടുന്നു. സമയം 5:46. അമ്മ പോവുകയും ചെയ്തു, ഞാൻ ട്രെയിനിൽ കയറുകയും ചെയ്തു. കൊച്ചിയിലോട്ടുള്ള ഈ ട്രെയിൻ യാത്രയിലായിരുന്നു ഏറെ നാളത്തെ എൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്നെ തേടി വന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിട്ടയർഡ് ഡെപ്യൂട്ടി സെക്രട്ടറിയായ PN സരസമ്മയെ ഇവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന സരസമ്മ ചേച്ചിയും ഞാനും യാത്ര ആരംഭിച്ചത് ഒരുമിച്ചല്ലേലും പിന്നീടുള്ള യാത്ര മുഴുവൻ ഞങ്ങൾ സംസാരിച്ചത് ആ ഒരു കാര്യത്തിനെ കുറിച്ചായിരുന്നു. ഇതുപോലെയുള്ള ഏജൻസികൾ ആളുകളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യില്ല, ആളുടെ അതിമോഹത്തെ ചൂഷണം ചെയ്യും. നമ്മളെപ്പോഴും എല്ലായിടത്തും പറയുമ്പോൾ അമ്മയുടെ കഥയും വീട്ടിലെ കഥയും ഒരുമിച്ച് കോർത്ത് വയ്ക്കണം എപ്പോഴും പറയാം. എത്ര അമ്മമാർക്ക് അത് സാധിക്കുന്നുണ്ട്, എത്ര അച്ഛന്മാർക്ക് സാധിക്കും. നിങ്ങൾ എല്ലാ വീടുകളും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കുന്ന ഒറ്റ വീട്ടിലെ ഒരു വലിയ അമ്മ അതിന് താഴെയുള്ള മക്കളെ ഏറ്റവും കാര്യം അവരൊന്നും അറിയുന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ സമയം വലിയ കുറച്ചുകൂടെ പ്രശ്നമായിരുന്നു. ആ മതിലുകളിലെ ഇനി എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ള സമയവും അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും പരിഹരിക്കാനും കഴിയുന്ന ഒരു റിലേഷൻ കുടുംബത്തെ പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിലുള്ള സ്വകാര്യ കൾച്ചർ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങൾ ആരുടെ പറയരുത്, സമൂഹം അറിയാൻ പാടില്ല, നാട്ടുകാരെന്ത് വിചാരിക്കുന്നു കുഞ്ഞിലേ മുതൽ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ പിന്നെ ആ പിള്ളേര് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ അടുത്തും പറയാൻ പറ്റത്തില്ല. അമ്മയും അപ്പയും എന്ത് പറയും, അവരുടെ അടുത്ത് കുഞ്ഞിലേ മുതൽ ഈ പിള്ളേർ പലതും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മയോടും അപ്പയോടും പറയുന്ന പിള്ളേരാണെങ്കിൽ
അവർക്ക് ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെക്കാൻ പറ്റില്ല. അധികം നനഞ്ഞ കുളിരില്ലെന്ന് പറയുന്നത്, നനഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ കുറെ മുങ്ങി കഴിയുമ്പോൾ കുളിരില്ലെന്ന് പറയുന്നത്. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് സ്വന്തമാകാനല്ല നോക്കുന്നത്. ഈ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നാ ചിന്തിക്കുന്നത് അതൊക്കെ കൊച്ചുകളെ ഒരു മെന്റൽ ട്രോമ. ആ മെന്റൽ ട്രോമ മനസ്സിലാക്കാൻ സമൂഹത്തിലാവാൻ താല്പര്യമുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ദുരന്തം എന്താണ് പേരൻസിനറിയില്ല, സമൂഹത്തിനറിയില്ല, പോലീസിനറിയില്ല, ഭരണകൂടത്തിനറിയില്ല. ഇതെല്ലാം വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം കൂടെ വരേണ്ടതാണ്. ഇന്ന് ഞാൻ കൊച്ചിയിലാണ്, എറണാകുളം. ഉടൻ തന്നെ ഞാൻ മറീൻ ഡ്രൈവിലോട്ട് പോകും. ബോബി എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റിന്റെ അടുത്ത് സംസാരിക്കാം. നോട്ട് ഈവൻ ആസ് എൻ അഡ്വക്കേറ്റ്, നമുക്ക് ആസ് എ ഹ്യൂമൻ സർ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ ഇതിനെപ്പറ്റി എന്ത് കേസുകളാണ് ഈ ഓഫീസിൽ വന്നിട്ടുള്ളത് നമുക്ക്. ഞാൻ ഈ ഇത്തരം സംഭവമായിട്ട് ആദ്യമായിട്ട് കേൾക്കാൻ കാരണം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി ഒരു ദിവസം ഇവിടെ താഴെ ഒരു ചായക്കടയുണ്ട്. ചായക്കട വന്നിട്ട് എനിക്കിങ്ങനെ എന്നെ ചീറ്റ് ചെയ്തു, പറ്റിച്ചു. ഞാൻ 1 ലക്ഷം രൂപ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഞാൻ 15 ദിവസമേ പഠിച്ചുള്ളൂ. എനിക്ക് 15 ദിവസത്തെ അവരുടെ ആ എൻറോൾമെന്റ് ഫീസ് കഴിച്ചുള്ള പൈസ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കൂട്ടത്തിൽ താഴത്തെ ചായക്കട വരികയും ആ ചായക്കടക്കാരൻ ആ പെൺകുട്ടിയെ എൻ്റെ അടുക്കലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഈ പെൺകുട്ടിയോട് എന്താ പഠിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ പറയുന്നത്, ഞാൻ എയർ ഹോസ്റ്റസ് ട്രെയിനിങ് ആണ്, ഏവിയേഷൻ ട്രെയിനിങ് ആണ് പഠിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള? അപ്പം ഇതിന് യൂണിവേഴ്സിറ്റി ഒന്നുമില്ല. അപ്പം ഇത് കോളേജാണ്. ഇതെല്ലാം ഇങ്ങനെ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളായിട്ട് ഏവിയേഷൻ ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ചില സ്ഥാപനങ്ങളാണിത്. ഇത് ഒരു യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഇല്ല. ഇതിന് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇവർക്ക് ബാധകമല്ല. ഒരു കോഴ്സ് ഇല്ല, കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ല, അങ്ങനെയുള്ള ഒരു ഇതുമില്ല. എന്നാൽ ഇവർ 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ഒക്കെ ഇവർ ഇതിന്റെ ഫീസായിട്ട് വാങ്ങുകയും ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം ഇപ്പൊ ഇത് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത്, ഇവരെ നേരിട്ട് അവരൊരു ഫോൺ നമ്പർ എനിക്കാണ്. ഞാൻ ആ ഫോൺ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ 1 ലക്ഷം രൂപ മേടിച്ചു? അപ്പൊ ഇവര് പറഞ്ഞു മേടിച്ചു, ഇങ്ങനെയാണ് മേടിച്ചത്, ഞങ്ങളുടെ കോഴ്സ് ഫീസ് ആണത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കുട്ടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, കോഴ്സിൽ ജസ്റ്റ് ജോയിൻ ചെയ്തല്ലോ. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചെറിയ പൈസ അതിൽ എൻറോൾമെന്റ് ഫീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ബാക്കി പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇവര് പറഞ്ഞു, അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അത് ഒപ്പിട്ട് തന്നിട്ടുണ്ട്, ഒരിക്കൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പൈസ തിരിച്ചു കൊടുക്കണ്ട എന്ന് അത് ഒപ്പിട്ട് തന്നിട്ടുണ്ട് എന്ന് ആണ് ഇവര് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഒപ്പിട്ട് മേടിക്കാൻ പറ്റുമോ? ഒരു കോഴ്സ് പഠിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫീസ് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഒപ്പിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത്? അത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമല്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് ഇതിനെ കേസ് കൊടുക്കാൻ പോവാം എന്നൊക്കെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ അവരോട് സംസാരിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു SI ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ഇന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് അയാൾ SI അല്ല, അയാൾ ഒരു റിട്ടയർഡ് SI ആണ്. റിട്ടയർഡ് SI ഈ സ്ഥാപനത്തിന്റെ ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാൾ പറയുന്നത് ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നിയമമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ കൺഫ്രണ്ട് ചെയ്ത് പറഞ്ഞപ്പോൾ പിന്നെ അയാൾ അങ്ങ് ഫോണങ്ങ് വെച്ചു. അപ്പൊ ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നമുക്ക് കേസ് കൊടുക്കാം. കേസ് കൊടുത്താലും നിങ്ങളെ ചീറ്റ് ചെയ്തു, ഇന്ന കോഴ്സ് എന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തു, കോഴ്സിന് അംഗീകാരം ഇല്ലാത്ത കോഴ്സാണ്, അതുകൊണ്ട് നമ്മൾ കേസ് കൊടുത്താൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന എക്സ്പെൻസ് ഇന്ന കേസിൽ വരും, പിന്നെ കേസ് തീരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. ഈ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ കേസിന് പോകണ്ടോ, 1 ലക്ഷം രൂപ പോയി ഇനി കേസിന് പോയി കൂടുതൽ പൈസ നഷ്ടം വരണം, അതിന് പിന്നാലെ കുറേയൊക്കെ നടക്കുകയും ചെയ്യണം, സമയവും പോവും, ആരോഗ്യവും പോകും. അതുകൊണ്ട് കുട്ടി ആദ്യം തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ കുട്ടിക്ക് പൈസ കിട്ടിയില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ ഇത്. കാരണം ആ കുട്ടി 1-2 പ്രാവശ്യം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലും ചില സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയാണെന്ന് അവർ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് അവരുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല, ഈ കുട്ടിയുടെ ഫോൺ അവരും എടുക്കുന്നില്ല. ഇതാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്നു. ഈ ഷൺമുഖൻ സ്റ്റേഷനിൽ ഞാൻ പോയി ചോദിച്ചപ്പോഴത്തേക്കും ഇവര് പറയുന്നുണ്ട് എന്നെ പേ ചെയ്യുന്നില്ല ഫെയർലി, എന്നാൽ ഞാൻ കാശ് കൊടുത്താണ് ഇതിൽ കയറിയേ എന്ന് പറയാൻ ഇവർക്ക് മടിയുണ്ട്. ബിക്കോസ് ഇവർക്ക് അത് ലീഗൽ പ്രശ്നമാവുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇത് ലീഗൽ പ്രശ്നമാവോ ഇവരിങ്ങനെ പറ്റിക്കപ്പെട്ടാൽ? അവർക്ക് ലീഗൽ പ്രശ്നമില്ല. അവരെ നമ്മളെ ഒരാൾ ചീറ്റ് ചെയ്തു, ചീറ്റ് ചെയ്യപ്പെട്ട ആൾക്ക് എന്തായാലും അവർ വിക്ടിമല്ലേ. പക്ഷെ അവര് കാശ് സാക്ഷിയല്ല, അവരെ വിറ്റ്നസ് അല്ലേ. വിക്ടിം ഇൻ ദ സെൻസ് ദേ ആർ ദ വിറ്റ്നസ് ഇൻ ദ കേസ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാത്രമല്ല, അവരെ ഇത് തടഞ്ഞു വെക്കുക,
എന്നുള്ളത്, അവർക്ക് അവരുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുക, അവരെ തടഞ്ഞു വെക്കുക, അതെല്ലാം വരും ഹ്യൂമൻ ട്രാഫിക്കിംഗ് തന്നെ. പക്ഷെ വേറെ ക്രൈമും അതിനകത്ത് വരുന്നുണ്ട്. നമ്മളുടെ ഫ്രീ പിന്നെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുക വരിക. അപ്പം അതിനൊക്കെ വലിയ കുറ്റം 7 years മേലെ വരും. പിന്നെ അതിനകത്ത് അഗ്രിവേറ്റഡ് ഫോം ഓഫ് വയലൻസിനകത്ത് എന്തൊക്കെയാണ് വയലൻസ് ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ടുള്ള ക്രിമിനൽ ഒഫൻസസും അതിനകത്ത് വരും. What are the chances of bail ഇങ്ങനെ ഒരു സംഭവത്തിന്? പിന്നെ 7 years മേലെയാണെങ്കിൽ കോഗ്നിസബിൾ ഒഫൻസാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസാണ്. പിന്നെ അഗ്രിവേറ്റഡ് ഫോമില് ഒരു ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ബെയിൽ ഫ്രം എ പോലീസ് സ്റ്റേഷൻ ഈസ് വെരി ലെസ്. Okay, thank you. Hi. Hi, you're? Matthew. Oh, I'm glad that you came. Today I'm quite busy. Can you just sign it quickly? Yeah. Okay. Come. Excuse me. क्या? This is a job. I don't know. I was airport. No. This is. I don't know. Can you call? No. You ask them. You tell them. I don't know. എങ്ങോട്ടാണ്? ഞാൻ പള്ളിയിൽ പോയിട്ട് ഇപ്പൊ വന്നതാണ്. മെഡിഗിരിയൊക്കെ കത്തിച്ച് പൊന്തയും കൊണ്ടാണ് വന്നത്. എനിക്കിഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. മോന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, എനിക്കും ഇഷ്ടമാണ്. എന്റെ വിശ്വാസം അത് മോനെ രക്ഷിക്കും. പോകാനുള്ള കാശൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോൻ പോയി നല്ലതായിട്ട് വരണം. ശരിക്കും ഞാൻ പറഞ്ഞത് മോന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, നന്നായി വരും. മോൻ നല്ലതായിട്ട് വരും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കൊച്ചിയിലെ എൻ്റെ അടുത്ത പ്ലാൻ. എയർപോർട്ടിൽ പോയി ഞാൻ ആ ടെർമിനലിന്റെ അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആർക്കും ഈ ക്യാമറ വരാൻ താല്പര്യമില്ലെന്ന്, എല്ലാവർക്കും പേടിയാ. നിങ്ങൾ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഷോപ്പിലാണോ? ഒന്ന് സംസാരിക്കാൻ കിട്ടോ?
ഇവിടെ ഈ ഏവിയേഷൻ പഠിച്ച പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഏവിയേഷൻ പഠിച്ച ആളുകളാണ്. അപ്പുറം ഇങ്ങനെ വെച്ച് ഏവിയേഷൻ പഠിച്ച, ഇപ്പുറം ഇങ്ങനെ വെച്ച് ഏവിയേഷൻ പഠിച്ച, അവരൊക്കെ ഏവിയേഷൻ പഠിച്ച ആൾക്കാരാണ്. ഡിപ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ കയറുന്ന സ്റ്റാർട്ടിങ് തൊട്ട് എന്റെ വരെ ഉള്ളതിൽ ഷോപ്പുകളിൽ 90% പേര് ഏവിയേഷൻ പഠിച്ചത്. എനിക്കിത് അറിയാം. അപ്പൊ ഞാനിവിടെ ഒന്ന് ആൾക്കാരുടെ അടുത്തൊന്ന് സംസാരിക്കാനാ. അപ്പൊ കുറെ ആൾക്കാർ ഇത് ക്വിറ്റ് ചെയ്ത് ഇങ്ങനെ പറ്റിക്കപ്പെട്ട് ക്വിറ്റ് ചെയ്ത് പോയവരുടെ മൊഴിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അറിയാം. അപ്പൊ അത് ഒന്ന് ഇവിടെ നിന്നായിട്ടൊന്ന് എടുക്കാൻ. ഇവിടെ ഡയറക്റ്റായിട്ട് വരാണ് ഇവിടെ ഉള്ളൊരു കറക്റ്റ് കാര്യം പറയും. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ വന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള വർക്ക് ചെയ്യണം. അവര് പ്ലേസ്മെന്റ് നോക്കും. ഈ ക്യാപ്സ് പോലുള്ള ഒരുപാട് ഈ ഫുഡ് ആൻഡ് ബീവറേജ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ, അവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് എടുക്കണം. അത് നീ ഏവിയേഷൻ കഴിഞ്ഞല്ലേ? നീ കഴിഞ്ഞിട്ട് 10 വർഷമായി? ഫസ്റ്റ് ടൈമാണ് ഇവിടെ തന്നെ. ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ തന്നെ? സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനൊരു 4-5 ദിവസം മുമ്പ് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇന്റർവ്യൂവിന് വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആരോ ഒരാൾ വിളിച്ചിട്ട് വന്നതാണ്. സ്ഥിരം പരിപാടി. ജനറലി ഇവിടെ വരുന്ന എല്ലാവരും +2 കഴിഞ്ഞിട്ട് ഏവിയേഷൻ പഠിച്ചവരും അങ്ങനെ ഏകദേശം 18, 19, 20 ഈ പ്രായത്തിലുള്ള പിള്ളേരെ വരുന്നത്. വളരെ ചെറിയ പിള്ളേര് അവര് വന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ ഈ ക്യാപ്സ് പോലെ ഫുഡ് പട്ടിപ്പണി എടുപ്പിക്കണേ. അതെ, പിന്നെ കാശും കൊടുക്കില്ല ഞാൻ കേട്ടിട്ടുണ്ട്. പൈസ കൊടുക്കാത്ത ചില കമ്പനിക്കാര് ഇവര് ഈ ജോലി ഭയങ്കര പാടായി കഴിയുമ്പോൾ പിള്ളേർ നിർത്തിപ്പോകും. അപ്പൊ ആ സമയത്ത് കമ്പനിക്ക് സെറ്റിൽമെന്റ് എന്നൊക്കെ പറഞ്ഞ് അവർ ചിലപ്പോൾ പൈസ കൊടുക്കൂല. ചിലവരുടെ കാശ് അങ്ങോട്ട് വാങ്ങിക്കും. എയർപോർട്ടിൽ പോയി ചോദിക്കുമ്പോഴാണ് ഇവിടെ ഏവിയേഷൻ പഠിച്ച പിള്ളേർ മാത്രമല്ല ചായക്കട എഴുതിയിരിക്കുന്നത്. ഏവിയേഷൻ പ്ലസ് BBA ചെയ്ത പിള്ളേരും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ ഇവിടെ നിൽക്കുന്നു, വേറെ ഇൻഡസ്ട്രി പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് പല കാരണങ്ങളുണ്ട്. ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ വരുന്നു, നമുക്കൊരു പേപ്പർ തരണു, നമ്മൾ അത് ഒപ്പിട്ട് കൊടുക്കുന്നു. പിന്നെയാണ് അറിയുന്നത് അത് 6 മാസത്തിന്റെ ബോണ്ടായിരുന്നു, 1 വർഷത്തെ ബോണ്ടായിരുന്നു, 2 വർഷത്തെ ബോണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ബോണ്ടഡ് ലേബർ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. ഈ ബോണ്ട് ചേട്ടൻ എങ്ങനെയാ പൊട്ടിച്ചേ? കൂടെ പോയ 1-2 പേർക്ക് മാത്രം കറക്റ്റ് ആ ബോണ്ടിലോട്ട് വീണിട്ടുണ്ടെന്നുള്ളൂ. എന്റെ അതിനകത്ത് ഞാൻ ആ ബോണ്ടിന്റെ പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഓ, അതെങ്ങനെ രക്ഷപ്പെട്ടെ? അല്ല, നമുക്ക് ആദ്യം ഇവര് കുറെ പേപ്പർ വായിക്കാൻ തന്നപ്പോഴേ ജസ്റ്റ് എനിക്ക് എന്തോ ഇതുപോലെ തോന്നിട്ട് ഞാനത് വായിച്ചു നോക്കിയായിരുന്നു. അപ്പൊ ഈ ബോണ്ടിന്റെ സാധനം തന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരുമായിരിക്കും, സോ അതുകൊണ്ട് അങ്ങനെ ഒപ്പിട്ട് തരാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പേഴ്സണൽ ആയിട്ട് ഒറ്റയ്ക്ക് കേസ് കൊടുത്തോണ്ട് ഇവനെ ഞങ്ങളുടെ പേരിലാണ് ഇവനെ വിളിച്ചു വരുത്തിയത് ഇവിടെ സ്റ്റേഷനില്. അപ്പൊ ഞമ്മക്ക് മാത്രം കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിക്ക് ആദ്യം ഒരു 10K തന്നു. അപ്പോഴത്തേക്കും പറഞ്ഞു ബാക്കി ആൾക്കാർ കേസ് കൊടുക്കാതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ തരാന്ന് പറഞ്ഞു. ഒരു പെങ്കൊച്ചും കൂടെ കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പൈസ തിരിച്ചു തരാൻ പറ്റിയാല അങ്ങനെയൊക്കെ പറഞ്ഞു. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ട്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ അടി വരുന്നത് എയർപോർട്ടാണെങ്കിലും റെയിൽവേസ്റ്റേഷനാണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽസ് പോലും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്സിലാണ്. അതിനകത്തെ സ്റ്റാഫുകൾ ഇത്തരം ഡോക്ടേഴ്സും നഴ്സസും അല്ലാത്തുള്ള സ്റ്റാഫുകളല്ല. അപ്പൊ ഈ അതിനകത്ത് ഒരാൾക്ക് മിനിമം വേജസ് ഇത്ര രൂപ കൊടുക്കണമെന്നുണ്ട്. പെർ ഡേ ഇത്ര ആയിരിക്കണം. അല്ലെങ്കിൽ മന്ത്ലി ആണെങ്കിൽ മന്ത്ലി വേജസ് ആണെങ്കിൽ 20,000 rupees എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെർ ഡേ ആണെങ്കിൽ 500 rupees എങ്കിലും പെർ ഡേയിൽ വേണം. അതൊന്നും ഇല്ലാതെ അതിനെ എന്താ ചെയ്യുന്ന അതിന് ബാധകമല്ലാത്ത ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോ നിൽക്കുക. ആ സ്റ്റാറ്റ്യൂട്ടറി ലോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ആ എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് അത് 1-2 പാർട്ടികൾക്ക് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കും. ഇങ്ങനെ ഒരു ലോ ഉണ്ടെന്നോ സ്റ്റാറ്റ്യൂട്ടറി ലോ ഉണ്ടെന്നോ അതിനെതിരെയാണ് നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഒപ്പിടുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വയലേഷൻ അയാൾ ഒരു തരത്തിലും ബാധിക്കത്തില്ല. കാരണം അയാൾ ഒരു തരത്തില് വേറെ തരത്തിൽ ഈ ഒപ്പിടുന്നതോടുകൂടി ഒരു ബോണ്ടഡ് ലേബറായി മാറുകയാണ് ഇൻ എഫക്റ്റ്. അത് ഒരു കാരണവശാലും അയാൾക്ക് ബൈൻഡിങ് അല്ല. മാത്രമല്ല ഈ നമ്മുടെ രാജ്യത്ത് ഈ ബോണ്ടഡ് ലേബർ അബോളിഷ് ചെയ്തതുമാണ്. അപ്പൊ ഈ എഗ്രിമെന്റ് വെച്ചിട്ട് അവരെ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പുറം ലോകം എയർപോർട്ട് എന്ന് പറഞ്ഞ ലോകത്തിനെ കാണുന്നത് ഭയങ്കര ഒരു ഹെൽപ്പ് സ്ഥലമായിട്ടാ. അപ്പോ ഈ മാരേജ് മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും തന്റെ ജോലി എന്താ? ഓ ശിവ എയർപോർട്ടിലാ. തന്റെ മോന്റെ ജോലി എന്താ? ശിവ എയർപോർട്ടിലാ. ഓക്കെ, കുട്ടിയെ തരാലോ. അങ്ങനെ എന്റെ അടുത്ത് പറയുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ 2 പേരുടെയും കല്യാണം ഒത്തു കിട്ടിയത് ഈ എയർപോർട്ടിന്റെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. അവര് ചോദിക്കുന്നില്ല എയർപോർട്ടിന്റെ അകത്ത് എന്താണ് ആരാണെന്നൊന്നും. അങ്ങനെ കൊച്ചി എയർപോർട്ടിലെ എൻ്റെ അന്വേഷണം കഴിഞ്ഞു. ഒരു കാര്യം മനസ്സിലായി, ഇപ്പോഴും പലരും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
സാലറി. അമ്മാമ്മയുടെ അടുത്ത് ഇനി എന്താ പറയും? ഇത്രയും നാൾ കിടന്ന് പട്ടിപ്പണി എടുത്തിട്ട് ഒരു 5000 പോലും ഇല്ലല്ലോ ഇതിനകത്ത്. അളിയാ ഒരു ഉപകാരം ചെയ്യുമോ? നീ ഒരു 5000 രൂപ കടം തരണം. ആടാ അമ്മാമ്മയ്ക്കൊന്ന് അയച്ചു കൊടുക്കാനാടാ, ഒന്ന് തരുവോളയാ. ഞാൻ ആക്ച്വലി ഇത് എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ പട്ടിപ്പണി എടുത്തിട്ടായാലും കുഴപ്പമില്ല, ഞാൻ തിരിച്ചിട്ടുമ്പോഴത്തേക്കും നിനക്ക് അയച്ചു തരാടാ. ആ ശരി, താങ്ക്സ് എടാ, താങ്ക്സ്. എടാ അത് അങ്ങനെയാ, നിൽക്കും തോറും ശമ്പളം കുറഞ്ഞു വരത്തേ ഉള്ളൂ. ഈ ബോണ്ട് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അത് തീരുന്ന വരെ നമ്മളൊക്കെ നിൽക്കണം. എനിക്ക് വയ്യ മീന, ഞാൻ ഇറങ്ങുക. ഇവനെയും കൊണ്ട് ഇന്നെങ്കിലും വലിക്കണ്ടെന്ന് വിചാരിച്ചതാ. ഇവിടെ ഇരുന്ന് ഈ പട്ടിപ്പണി എടുത്തിട്ടും പോരാ, അവരുടെയൊക്കെ ഈ വായിരിക്കുന്ന കേട്ടതും പോരാ, കയ്യിൽ കാശില്ല. അപ്പം ജോലിക്കും കുലിക്കും പോകാതെ ഇങ്ങനെ ഇരുന്നാ കിട്ടുമോ നിനക്ക് ക്യാഷ്? എന്തൊക്കെ പറഞ്ഞാലും ആ പെണ്ണുപിള്ളക്ക് ഒരു പണി കൊടുക്കണം. നീ ഇതൊന്ന് മാറ്റി വെച്ച ആദ്യമേ. എന്താ എടാ നീ എന്താ വിചാരിക്കുന്നത്? പോലീസ് ആരെങ്കിലും പിടിക്കുമെന്നോ? ഇതുവരെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഇതുവരെ ആർക്കെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടോ? ഇവരൊക്കെ വലിയ കണക്ഷൻ ഉള്ളവരാടാ. കൊടുത്ത പൈസ ഞാൻ തിരിച്ചു വാങ്ങിക്കാം, എന്താ പറഞ്ഞാലും. നീ പിന്നെ കാശ് വാങ്ങിയെടുക്കുന്നൊക്കെ അവിടെ നിക്കട്ടെ, ഇപ്പം നീ എന്ത് ചെയ്യും? അതെന്തോ ആവട്ടെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ നരകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കൂലിപ്പണിക്ക് പോയാൽ പോലും ഇതിനെക്കാട്ടിലും കാശ് കിട്ടും. അങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ അപ്പൂപ്പനുള്ള സർജറിക്കുള്ള കാശെങ്കിലും ഒപ്പിച്ചിട്ട് അയച്ചു കൊടുക്കാൻ നോക്കട്ടെ വീട്ടിലോട്ട്. ഞാനാണെങ്കിലോ ചെറുപ്പം മുതല് പറക്കണം എന്ന് ആലോചിച്ച് എന്നും ആ യൂണിഫോം എല്ലാം ധരിച്ച് നല്ലപോലെ പഠിച്ച് ഇനിയിപ്പോൾ അതിൽ നിന്നൊന്നും പോകാൻ എനിക്ക് പറ്റത്തില്ല. ഇപ്പോഴും എത്തിയിട്ടില്ല, പക്ഷെ ഇനി ഇവിടെ നിന്ന് പോയാൽ ഒരിക്കലും എത്തത്തില്ല. ഇനി ഇവിടെ നിന്ന് പോയാലോ അവര് നമ്മുടെ എയർപോർട്ട് പാസ് എല്ലാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. എയർപോർട്ട് പാസ് എല്ലാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യാനാ, എനിക്കിത് ചെയ്തേ പറ്റൂ. നീ ഓർക്കുമായിരിക്കും എനിക്ക് വട്ടാന്ന്, പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഇതൊരു വാശിയാടാ, ഒരിക്കലും പുറകോട്ട് പോവില്ലെന്നൊരു വാശി. നല്ലതാ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇതിപ്പോ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ആവുന്നത്? what do you think is happening here? Why are these people not behind bars? പൊളിറ്റിക്കൽ പാട്രണേജോ അല്ലെങ്കിൽ മണി പവറോ എന്തെങ്കിലും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവറിന്റെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഈ പോലീസിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത്. അത് നമ്മുടെ രാജ്യത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അതിനെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പബ്ലിക് പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് നിൽക്കും. മീഡിയ പ്രഷറോ പബ്ലിക് പ്രഷറോ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് നിൽക്കുമല്ലോ. ഇത് ശരിക്കും നമ്മുടെ പ്രാദേശികമായ ഒറ്റപ്പെട്ട സ്ഥലത്തായിരിക്കണമെന്നില്ല. ഇവരുടെ പിന്നിലൊക്കെ തന്നെ വളരെ ആസൂത്രിതമായ സംഘങ്ങൾ ഉണ്ടാവാം. അത്തരം ആ സംഘങ്ങളെ നമ്മൾ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ സുരക്ഷയെ കരുതിയും ഉദ്യോഗാർത്ഥികളുടെ ആത്മവിശ്വാസത്തിനും ഈ പറയുന്നത് പോലെ ഭാവിയിൽ ഇന്ന് വേട്ടയാടപ്പെട്ടയാൾ നാളെ വേട്ടക്കാരനാവുന്നത് ഒഴിവാക്കാനും ഇല്ലാതാക്കാനും ഒക്കെ തന്നെ ഈ ബഹുമുഖമായ പരിഹാര മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഓക്കെ, എനിക്കറിയാം, മതി, വാ ബാക്കി കഥ കേക്ക്. തിരുവനന്തപുരോ? നീ പറഞ്ഞതനുസരിച്ച് പലരുടെ അടുത്തുനിന്നും കാശ് വാങ്ങി കംപ്ലൈന്റുകൾ പോയിട്ട് പോലും പോലീസുകാർ കേസ് രജിസ്റ്റർ ചെയ്യാത്ത കേസുകളാണ് നീ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇവർക്കിപ്പോ പോലീസുമായിട്ട് പിടിപാടുണ്ടായിരിക്കാം, രാഷ്ട്രീയക്കാരായിട്ട് പിടിപാടുണ്ടായിരിക്കാം, ആരുടെ അടുത്താണേലും പിടിപാടുണ്ടായിരിക്കാം. പക്ഷേ ഇവർ എത്ര കൈക്കൂലി കൊടുത്താലും ഈ നമ്മുടെ പോലീസുകാർക്കോ പൊളിറ്റീഷ്യൻസിനോ ഗവൺമെന്റിനോ ഉണ്ടാവുന്ന നാണക്കേട് ഇസ് നോട്ട് വർത്ത് എനി കൈക്കൂലി. ഇതൊക്കെ ആയാലും there are more of us than them. അവരൊരു 100-200 ക്രിമിനൽസ് നമ്മുടെ കേരളം രാജ്യത്തിലുണ്ടെങ്കിൽ, ഈ ഏവിയേഷൻ സ്കാം നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട്? നമ്മളെല്ലാവരും പ്രഷർ ഇട്ടാൽ ഇവരെ പിടിക്കാവുന്നല്ലോ.
ഹായ് പാപ്പ. എത്ര നായ കണ്ടിട്ട് ജോലി അതെ ഇവിടെ സിറ്റിയിലെ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അതെ ചേട്ടാ ഇപ്പൊ എത്തിയോ? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. എന്തോ ചെയ്യുന്ന നീ? ഞാൻ ചേട്ടാ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞില്ലേ ഒരു ഏവിയേഷൻ കോഴ്സിനെ വെച്ച്, അതിനെ ഇപ്പൊ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ.